നിങ്ങളുടെ തലയുടെ ഉച്ചിയിൽ വൈറ്റ് റോസ്, ഒരു വെള്ള റോസ് സങ്കല്പിക്കൂ. അതോടൊപ്പം കന്യാമറിയം, വിർജിൻ മേരി, കന്യാമറിയം വിർജിൻ മേരിയുടെ സാന്നിധ്യം അനുഭവിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പുരികമധ്യം അനദർ വൈറ്റ് റോസ്, ഒരു റോസാപ്പൂ സങ്കല്പിക്കൂ. ആൻഡ് ഇമാജിൻ മഹാലക്ഷ്മി, ഗോഡസ് മഹാലക്ഷ്മി. നിങ്ങളുടെ തൊണ്ടയിൽ ഇമാജിൻ എ ബ്ലൂ റോസ്, ഒരു നീല റോസാപ്പൂ. ആൻഡ് ഇൻ യുവർ ഹാർട്ട് ഇമാജിൻ എ ഗ്രീൻ റോസ്, ഒരു പച്ച റോസ് സങ്കല്പിക്കൂ. നിങ്ങളുടെ പൊക്കിളിന് തൊട്ട് മുകളിൽ ഒരു മഞ്ഞ റോസാപ്പൂവിനെ സങ്കല്പിക്കൂ. നിങ്ങളുടെ പൊക്കിളിന് തൊട്ട് താഴെ ഒരു ഓറഞ്ച് കളേർഡ് റോസാപ്പൂ, ഓറഞ്ച് നിറത്തിലെ റോസ് സങ്കല്പിക്കൂ. നിങ്ങളുടെ നട്ടലിൻ്റെ താഴെ അറ്റം, ബേസ് ഓഫ് ദ സ്പൈൻ, നിങ്ങളുടെ ജനനേന്ദ്രിയത്തിൻ്റെ പിന്നിൽ ചുമന്ന ഒരു റോസാപ്പൂവിനെ സങ്കല്പിക്കൂ. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ആകാശത്തു നിന്നും സ്വർഗീയമായിട്ടുള്ള ദേവീ ദേവന്മാർ, മാലാഖമാർ, ദേവതകൾ നിങ്ങളിലേക്ക് പല നിറത്തിലുള്ള വെള്ളയും ചുമപ്പും മഞ്ഞയും പച്ചയും പിങ്ക് നിറവും വയലറ്റ് നിറവും, വയലറ്റും നീലയും ഇടകലർന്ന ഇളം നിറവും, അങ്ങനെ ഈ ഭൂമിയിലെ സകല നിറങ്ങളും ഉള്ള പൂക്കൾ നിങ്ങളിലേക്കൊരു മഴ പോലെ വർഷിക്കപ്പെടുന്നു. എ റോസ് ഫ്ലവർ റെയിൻ, റോസാപ്പൂക്കളുടെ ഒരു മഴ നിങ്ങൾ ആസ്വദിക്കുന്നു. പ്രകൃതിയുടെ അനുഗ്രഹം, ദൈവ അനുഗ്രഹം, ദൈവ സാന്നിധ്യം, ആ സാമീപ്യം, ആ സൗരഭ്യം. റോസ് എന്നാൽ സ്നേഹം, ഭക്തി, പ്രൗഢി, ശക്തി, അനുഗ്രഹം. അതുകൊണ്ടാണ് ലോകമെമ്പാടും എല്ലാ വിശേഷങ്ങൾക്കും റോസാപ്പൂവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ സൗന്ദര്യം, മൃദുലത, അതിൻ്റെ ആ ഗന്ധം, റോസാപ്പൂവിൻ്റെ ആ മണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരിലും ഈ ഫ്രാഗ്രൻസ് നിറഞ്ഞു നിൽക്കട്ടെ, നിങ്ങളിൽ നിന്നും എല്ലാവരിലേക്കും. അതുപോലെ നമുക്കറിയാലോ, റോസാപ്പൂവിനെ സംരക്ഷിക്കുന്നത് അതിൻ്റെ മുള്ളുകളാണ്. അപ്പോൾ മറ്റ് ആക്രമണങ്ങൾ, പുറത്തു നിന്നുള്ള മറ്റ് ചില ജീവജാലങ്ങളുടെ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് റോസാപ്പൂവിലെ അതിൻ്റെ ആ ഒരു കാമ്പിലെ മുള്ള്. എന്നതുപോലെ നിങ്ങളും
പുറത്തെ നെഗറ്റീവ് ഫോഴ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള നിഷേധമായിട്ടുള്ള ഊർജത്തിൽ നിന്നുമുള്ള സംരക്ഷണം ദൈവീകമായിട്ടുള്ള ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ സംരക്ഷണത്തിലൂടെ രക്ഷിക്കപ്പെടട്ടെ. റോസ്. അപ്പം നിങ്ങളൊരു റോസാപ്പൂവാണ്. റോസ് എന്നാൽ സ്നേഹം, സ്നേഹം മാത്രം, ദൈവീകമായിട്ടുള്ള സ്നേഹം, ഭക്തി, നന്ദി, കൃതജ്ഞത ആണ്. സോ യു ആർ എ റോസ്.